ഹായ്. ഇന്നും ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. മറ്റെവിടേക്കും അല്ല, നമ്മളുടെ സ്വന്തം തിരുപ്പതി ക്ഷേത്രത്തിലേക്ക്. കുറേ നാൾ കൊണ്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, തിരുപ്പതിയിലേക്കൊരു യാത്ര. അപ്പം അതിപ്പോഴാണ് സഫലമായതെന്ന് പറയാം. അപ്പം നമ്മൾ തിരുപ്പതിയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെ പോയാലും, ഈവൻ ട്രെയിനിലായാലും കാറിലായാലും നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. ഫുഡ് കഴിക്കാറില്ല, ഫുഡ് കൊണ്ടുപോകാറുണ്ട്, വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ്. അപ്പോൾ അമ്മ ഉറങ്ങിയില്ലെങ്കിലും അമ്മ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ. അപ്പം ഫുഡെല്ലാം ഉണ്ടാക്കി. പക്ഷേ അതൊരു പ്രത്യേക ഒരു ഫീലാണല്ലേ, ഈ നമ്മൾ ട്രെയിനിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ. അതൊരു മനോഹരമായൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമ്മൾ നാഗർകോവിൽ പൂനെയിലാണ് നമ്മൾ തിരുപ്പതിക്ക് പോകുന്നത്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തിരുപ്പതി സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത് ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. നമ്മൾ ഏതാണ്ട് 4-4:30 മണിയായിരുന്നു സ്റ്റേഷനിലെത്തിയപ്പോഴത്തേനും. അപ്പം ആ സമയമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മോർണിംഗ് ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുത്തൊരു കടയിലേക്ക് കയറി. അത് കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചു. ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അപ്പം ആന്ധ്രയൊക്കെ ആയതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, SSD ടോക്കൺ, അതായത് സർവ്വദർശനം ടോക്കൺ എടുക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് തിരുപ്പതിയിൽ ദർശനത്തിന് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ മാത്രമേ ദർശനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ടോക്കൺ വാങ്ങിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇത് ശ്രീനിവാസ കോംപ്ലക്സ് ആണ് കേട്ടോ ഞങ്ങൾ ടോക്കൺ വാങ്ങിക്കാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. ഗോവിന്ദ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ്ജിലാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിരുന്നു ശ്രീനിവാസ കോംപ്ലക്സ്. അപ്പം അവിടെ പാസ് വാങ്ങിക്കാൻ സൗകര്യമായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. റൂം എടുത്തതും അതുകൊണ്ടാണ് അവിടെ. അപ്പം ഇത് ക്യൂ ആണ് കേട്ടോ. ഇതെല്ലാം പാസ് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് പാസ് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. SSD ടോക്കൺ കൊടുക്കുന്ന സ്ഥലമാണ്. എല്ലാവരുടെയും ഒറിജിനൽ ആധാർ കൊടുത്തിട്ടാണ് നമ്മൾ SSD ടോക്കൺ വാങ്ങേണ്ടത്. അതായത് ഇപ്പം 4 പേര് ദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ 4 പേരും ക്യൂവിൽ നിൽക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പഞ്ചാബി ധാബ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും മഷ്റൂം കറിയും ഗോബി മഞ്ചൂരിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളവിടെ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളെ റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ കിടന്ന റൂം കേട്ടോ. അപ്പം 1900 രൂപയാണ്. AC റൂമാണ്. നോൺ AC റൂമുകളോടെ ഉണ്ട്. ഞങ്ങൾ AC ആണ് എടുത്തത്. ഗോവിന്ദ ഹൈറ്റ്സ് എന്നാണ് പേര് കേട്ടോ. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് വാഷ്റൂം. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തിന് നേരെ പോയത് പത്മാവതി ടെമ്പിൾ, അതായത് നമ്മളെ വെങ്കിട്ടസ്വാമി, അതായത് നമ്മളുടെ തിരുപ്പതി ഭഗവാന്റെ ഭാര്യയായ മഹാലക്ഷ്മി ദേവിയെ കാണണം നമ്മൾ ആദ്യം. ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നമ്മളെ ലോഡ്ജിനടുത്ത് തന്നെ ആട്ടോ കിട്ടിയിരുന്നു. നമ്മൾ അതിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. ഇതാണ് കേട്ടോ അമ്പലം. നമുക്ക് ഈ അമ്പലങ്ങളിലൊന്നും തന്നെ ഫോൺ അലൗഡല്ല. നമ്മൾ ആ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഫോൺ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഏൽപ്പിക്കണം. അതിനുശേഷം നമുക്ക് അകത്തെ കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ തന്നെ കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ്. അതിൻ്റെ പണികളായാലും ആ വിഗ്രഹങ്ങളായാലും അല്ലാതെ കണക്ക് നമുക്കെല്ലാം അവിടുന്ന് എല്ലാം തന്നെ കഴിക്കാനുള്ള പ്രസാദവും കാര്യങ്ങളും എല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ ഇതാണ് പത്മാവതി ക്ഷേത്രം. അതായത് തിരുപ്പതി ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി ദേവി, അതായത് പത്മാവതി അമ്മവാരി ക്ഷേത്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതാണ് ഈ ക്ഷേത്രം. അപ്പം നല്ല തിരക്കാണ്. നമ്മൾ ദർശനം ടിക്കറ്റ് എടുത്തത്, അതായത് 200 രൂപയുടെ ദർശനം ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ ദർശനം ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് അപ്പോഴൊന്നും തൊഴാൻ പറ്റത്തില്ല. നല്ല ആൾ ഉള്ള ഒരു ദിവസമാണ്. വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ അവിടെ എത്തിയത്, ഒരു വെള്ളിയാഴ്ച ഈവനിങ്. എന്നിട്ട് പോലും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതെല്ലാം അമ്പലത്തിന് എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രം എല്ലാം കഴിഞ്ഞോ. ഈ ഒരാളെ കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു രൂപമല്ല കേട്ടോ, ഒരു പ്രതിമയല്ല, ഇത് ജീവനുള്ള ഒരാളാണ് കേട്ടോ. അപ്പം നമ്മൾ ലഡ്ഡുവും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടുത്തെ ഒരു പ്രധാന പരിപാടിയാണ് കേട്ടോ ഈ കുറിയിടിയിൽ. എന്നിട്ട് നമ്മളതിൽ നിന്ന് അവർ പൈസയും വാങ്ങിക്കും കേട്ടോ, കുറിയിട്ടിട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അതായത് നമ്മളുടെ തിരുപ്പതി ബാലാജി ഭഗവാന്റെ
ജ്യേഷ്ഠൻ എന്നറിയപ്പെടുന്ന ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം. ഞാൻ ഈ പേരുകൾ പറഞ്ഞ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ തിരുപ്പതി ചെല്ലുമ്പോൾ പ്രധാനമായിട്ടും ദർശനം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രം. അത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കപിലേശ്വര സ്വാമി ക്ഷേത്രം. അവിടുത്തെ വെള്ളം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കാഴ്ചകളായാലും കൊത്തുപണികളായാലും ഒക്കെ കാണാനുണ്ട്. ഇതിനെല്ലാം ലൈറ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളൊത്തിരി കാലും കാര്യങ്ങളൊക്കെ കഴുകി നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കപിലേശ്വര സ്വാമി ടെമ്പിൾ. ഇത് നമ്മൾ കപിലേശ്വര സ്വാമിക്ക് ദർശനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വേണ്ടേ, നമ്മൾ പോയി. ഈ നമ്മളെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുപ്പതി ഭഗവാനെ കാണാൻ പോകുന്ന വീഡിയോ ആണ്. അതായത് പിറ്റേ ദിവസം മോർണിംഗിലെ വീഡിയോ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ടാണ് തിരുമലയിലേക്ക് പോകുന്നത്. തിരുപ്പതിയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്ററോളം ദൂരം തിരുമലയിലേക്കുണ്ട്. SST ടോക്കൺ ആയതുകൊണ്ട് തന്നെ അതിനെ ഫ്രീ ദർശനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അച്ഛന് മുടി മുട്ടയടിക്കാൻ നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മൂത്ത ആളും മുടി മുട്ടയടിച്ചിരുന്നു. അപ്പം അതിനു മുമ്പ് നിങ്ങൾ പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും ഈ അലിപ്പിരി ചെക്ക് പോസ്റ്റിനെ കുറിച്ച്. അലിപ്പിരി ചെക്ക് പോസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസും അവരങ്ങോട്ട് വിടത്തില്ല. അപ്പം തിരുപ്പതിയിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ്സിലായാലും ടാക്സിയിലായാലും ഏതിലായാലും ഒരു പ്ലാസ്റ്റിക്കും അവരതിനോട് ചെയ്യത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതെടുത്ത് പുറത്ത് കളയും. നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അലിപ്പിരി ചെക്ക് പോസ്റ്റ്. നിങ്ങൾ പല വീഡിയോസിലും പല തിരുപ്പതി വ്ളോഗിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കാണുന്നതുണ്ട്, അതാണ് നമ്മൾ തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ മലയെല്ലാം താണ്ടി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പം ഏതാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് തിരുപ്പതിയിൽ നിന്ന് 22 കിലോമീറ്റർ തിരുമലയിലേക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുമലയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പം ചെക്ക് പോസ്റ്റിലായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി അവരുടെ കയ്യിലുള്ള ബാഗേജും കാര്യങ്ങളും എല്ലാം അവിടെ ചെക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ടാക്സിയിൽ കയറി വീണ്ടും പൊക്കോണ്ടിരിക്കുന്നുണ്ട്. സൈഡിലെല്ലാം ഒരുപാട് മനോഹരങ്ങളായ ചെടികളുണ്ട് കേട്ടോ. നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്ക് ആ ചുറ്റും ആ സൈഡും ഈ സൈഡും എല്ലാം നോക്കിയാലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. റോഡിലെല്ലാം കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഫീഡ് വൈൽഡ് ലൈഫ് എന്ന് ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഈ പൊന്മുടിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഹെയർ പിൻ വളവുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഹെയർ പിൻ വളവുകൾ നമ്മൾ ഈ തിരുപ്പതിയിലോട്ട് പോകുമ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ തിരുപ്പതി അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ എൻട്രൻസിലേക്കല്ലാതെ യാതൊരു വീഡിയോകളും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ തിരുപ്പതി അമ്പലത്തിനകത്തുണ്ട്. പക്ഷേ വാക്കുകളോട് പറയാനല്ലാതെ നമുക്ക് ഒരിക്കലും അത് വീഡിയോസിൽ കാണിക്കാൻ പറ്റത്തില്ല. അത്ര മനോഹരമാണ് കേട്ടോ തിരുപ്പതി ഭഗവാന്റെ അമ്പലം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണെന്ന് ഞാൻ പറയും. SST ടോക്കൺ എടുത്ത് പോയാൽ ഞങ്ങൾക്ക് ഏതാണ്ട് 6-7 മണിക്കൂറോളം അതിനകത്ത് ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം കൃത്യസമയത്ത് ആഹാരം, കാപ്പി, ചായ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. ഞങ്ങൾ ചെന്നപ്പോഴത്തന്നെ ഞങ്ങൾക്ക് അന്നപ്രസാദം ആദ്യത്തേത് കിട്ടിയിരുന്നു. പിന്നെ 3-4 മണിയപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കിട്ടിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ദർശനത്തിൻ്റെ സമയമായി. നമ്മൾ ഭഗവാനെ ദർശനം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൃത്യമടഞ്ഞിന് 6-7 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലെ ക്യൂ അല്ല അവിടുത്തെ ക്യൂ. നമുക്കൊരു വലിയ ഹാളിൽ നമുക്ക് കുറേ ആൾക്കാർ ഇത് കണക്ക് വെയിറ്റ് ചെയ്യും. അത് അടച്ചിരിക്കും. സമയമാകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് പുറത്തോട്ട് നടക്കാം. ഒരുപാട് എൻട്രൻസുകൾ, പക്ഷേ അതിന് മുള്ളിൽ നമ്മൾ നടന്ന് കയറാനുണ്ട്. പിന്നെ ചുരിദാറിട്ട് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഷോൾ ഇട്ട് വേണം പോകാൻ. ഇതെല്ലാം അമ്പലത്തിൻ്റെ പരിസരങ്ങളാണ്. നമ്മൾ തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയുടെ ഭാഗങ്ങളാണിതെല്ലാം. പക്ഷേ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വീഡിയോസ് അലൗഡല്ല. ഫോൺ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഒരു വീഡിയോസും നമുക്ക് അവിടുത്തെ എടുക്കാനായിട്ട് പറ്റത്തില്ല.
കേട്ടോ. TTD ജലപ്രസാദം അങ്ങനത്തെ ഓരോരോന്നുണ്ട്. അതെനിക്ക് അന്നപ്രസാദം കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഒരു സമയം ഒരുപാട് ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റും. അതായത് രാവിലെ എത്ര 5 മണി തൊട്ടാണെന്ന് തോന്നുന്നു, 5 തൊട്ട് 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റും, 10:30 മുതൽ 4 മണി വരെ ലഞ്ചും, 4 തൊട്ട് 11 മണി വരെ ഡിന്നറും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് അച്ഛനൊക്കെ മുടി മുട്ടയടിക്കാൻ പോയ സ്ഥലത്ത് ഞാനും അമ്മയും വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് SSD ടോക്കൺ എടുത്തപ്പോൾ ഞങ്ങൾക്ക് അത് 2 മണിയായിരുന്നു ടൈം എഴുതിയിരുന്നത്. പക്ഷേ നമ്മൾ ടോക്കൺ എടുക്കുന്നത് ശ്രദ്ധിക്കാനും 2 മണിക്ക് തന്നെ എത്തണമെന്നല്ല, 2 മണിക്കുള്ളിൽ നമ്മളവിടെ കാണണം. അപ്പോൾ നമുക്ക് എൻട്രൻസ് ഉണ്ട്, പോയിട്ടുള്ളവർക്കറിയാം. എൻട്രൻസ് വഴി കയറി നമ്മൊരു ഹാളിലാണ് ചെല്ലുന്നത്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം പിന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഓരോ ഹാളിനും ഓരോ ഗേറ്റ് പോലെ ഉണ്ട്. അപ്പോൾ സമയമാകുമ്പോൾ ഓരോ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ദർശനം ചെയ്യാനായിട്ട് പോകും. ഞങ്ങൾ 12:30 കയറി ഞങ്ങൾ ഭഗവാന് ദർശനം കിട്ടിയത് 6:30, ഈവനിങ് 6:30 മണിക്കാണ് കേട്ടോ. അത്രയും ടൈം എടുത്തു ഞങ്ങൾക്ക് ദർശനം കിട്ടാനായിട്ട്. നിങ്ങളിപ്പോൾ പെട്ടെന്നൊരു തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. SSD ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. SSD ടോക്കൺ കിട്ടുന്നിടം ശ്രീനിവാസ കോംപ്ലക്സും പിന്നെ വിഷ്ണു 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 ഗീതം അങ്ങനെ എന്തോ ആണ് ഒരു പേര്. ശ്രീനിവാസ കോംപ്ലക്സിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. അവിടെ പാസ് കിട്ടും. വിഷ്ണു ലോകം എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ തിരുപ്പതി വിശേഷങ്ങൾ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു കാറിൽ വന്ന് ഇവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ടാണ് ഇനി നമ്മൾ അടുത്ത എൻട്രൻസ് ഉണ്ട്. ആ കാണുന്ന എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ ദർശനത്തിനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ദർശനത്തിന് എൻട്രി ദർശനമാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ തിരുപ്പതി യാത്ര വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, തിരിച്ച് നമ്മൾ ഇതേപോലെ പൂനെ എക്സ്പ്രസ്സിലാണ് പോയത് തിരിച്ചും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തിരിച്ച് നമ്മളുടെ സ്റ്റേഷനായ വർക്കല ശിവഗിരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.